ലഹരി ഇടപാടിന് വ്യാജരേഖകൾ നിർമ്മിച്ചു നൽകുന്ന മാഫിയ സംഘം കണ്ണൂർ തലശ്ശേരിയിൽ പിടിയിൽ. ബംഗളൂരു കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന റാക്കറ്റിലെ തലശ്ശേരി സ്വദേശി റിഷാദും കാസർഗോഡ് സ്വദേശി അബ്ദുൾ റഹ്മാനുമാണ് പോലീസിന്റെ പിടിയിലാകുന്നത്. ന്യൂമാഹിയിൽ നിന്നും MDMA കേസിൽ അറസ്റ്റിലായ ആളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഈ പ്രതികൾ പിടിയിലാകുന്നത്. ആധാർ കാർഡും പാൻ കാർഡും ഡ്രൈവിംഗ് ലൈസൻസും അടക്കം നിരവധി വ്യാജരേഖകൾ ഇവരുടെ പക്കൽ നിന്നും കണ്ടെടുത്തു. പിടിയിലായ മുജ്തബ എന്ന ലഹരി കച്ചവടക്കാരിൽ നിന്നാണ് ലഹരി വിൽപ്പന ശൃംഖലയുടെ കണ്ണിയിലേക്കും ഇതിനായി വ്യാജരേഖകൾ നിർമ്മിക്കുന്ന സംഘത്തിലേക്കും അന്വേഷണം എത്തിയത്. ലഹരി ഇടപാടുകൾക്ക് ഇയാൾ ഉപയോഗിച്ച ബാങ്ക് അക്കൗണ്ട് മരിച്ചുപോയ മൈസൂർ സ്വദേശിയുടേതായിരുന്നു. ഈ ബാങ്ക് അക്കൗണ്ട് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് വൻ റാക്കറ്റിലേക്ക് എത്തിച്ചത്. തെരുവിൽ അലയുന്നവരെ തുച്ഛമായ പ്രതിഫലം നൽകി ബാങ്കിൽ കൊണ്ടുപോയി അക്കൗണ്ട് എടുക്കുകയാണ് ഇവരുടെ രീതി. ലഹരി വിൽപ്പനയിലൂടെ ഉണ്ടാക്കുന്ന പണം കൈകാര്യം ചെയ്യുന്നതും ഈ അക്കൗണ്ടിലൂടെ തന്നെ. നമ്മുടെ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലായി, തബു ഉപയോഗിക്കുന്ന ബാങ്ക് അക്കൗണ്ട് മരിച്ചുപോയ ഒരാൾ ജസുദാസ് എന്ന് പറഞ്ഞ മൈസൂരിലെ മരിച്ചുപോയ ഒരാളുടെ പേരുള്ള ബാങ്ക് അക്കൗണ്ടാണെന്ന് നമുക്ക് മനസ്സിലായി. അതുകൂടാതെ നമ്മുടെ 2 പ്രതികളുടെ കയ്യിൽ നിന്നും നമുക്ക് ഫേക്കായിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസും ആധാറും ലഭിക്കുകയുണ്ടായി. വ്യാജമായ ബാങ്ക് അക്കൗണ്ട്, അതുപോലെ വ്യാജമായ ആധാർ, ലൈസൻസ് തുടങ്ങിയവ നിർമ്മിക്കുന്ന റാക്കറ്റിനെ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഇന്നലെ അറസ്റ്റ് ചെയ്യുണ്ടായി. ഇതുകൂടാതെ വ്യാജ പേരുകളിൽ ആധാർ കാർഡുകളും പാൻ കാർഡുകളും ഒക്കെ ഈ സംഘം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരിക്കലും പിടിക്കപ്പെടാതിരിക്കാനാണ് ലഹരി സംഘങ്ങൾ ഈ വ്യാജരേഖകൾ ഉപയോഗിക്കുന്നത്. ബാംഗ്ലൂരിലെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന ഡെസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടുള്ളവരെ ബാങ്കിൽ കൊണ്ടുപോയി അവരുടെ പേരിൽ അക്കൗണ്ട് എടുത്തിട്ട് അത് 10,000-നും 20,000-നും ഇതുപോലുള്ള ആവശ്യക്കാർക്ക് അവർ മറച്ചു വെക്കുകയാണ് ചെയ്യുക ബാങ്ക് അക്കൗണ്ടുകൾ. അതുപോലെ നിങ്ങൾക്ക് കാണാം, ഇതിൽ ആധാറുകളുണ്ട്, ഫേക്കായിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. പ്രധാനമായിട്ടും കുറേ കോളേജുകളുടെ ഡിഗ്രി, യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റുകൾ കാണുന്നുണ്ട്. അത് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഇവർ പുറത്തേക്ക് വിദേശത്തേക്ക് പോകാനും മറ്റുമായി ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുക എന്നാണ് പറഞ്ഞത്. ഇത്തരത്തിലുള്ള അക്കൗണ്ടുകൾ മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നോ എന്നടക്കം പരിശോധിക്കുകയാണ് പോലീസ്. ജനം, കണ്ണൂർ.